നമ്മളിന്ന് കാണാൻ പോകുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു 2-3 സാരീസാണ്. ഇനി അപ്കമിങ് നമുക്ക് വരാൻ പോകുന്ന ഫെസ്റ്റിവൽസ് ആണ് വിഷു, അതുപോലെ തന്നെ ഈസ്റ്റർ. രണ്ടിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് അടിപൊളി, അതായത് 3 സാരീസുമായിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. ഇത് ഫാബ്രിക് നമുക്ക് വരുന്നത് ടിഷ്യൂ ലിനൻ കോട്ടണിലാണ്, അതായത് ലിനൻ ബൈ ലിനൻ അല്ല, ലിനൻ ബൈ കോട്ടൺ ആണ് ഈ സാരി വരുന്നത്. അതുപോലെ തന്നെ ടിഷ്യൂവും വരുന്നുണ്ട്, ഗോൾഡൻ ജരിയോടെ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു സാരിയുടെ ബോഡി വീവിങ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ബേസ് കളർ നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നുന്ന ഒരു ഗോൾഡും അതുപോലെ തന്നെ ഓഫ് ക്രീം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ആൻഡ് ഇതിൻ്റെ ബോർഡേഴ്സ് വരുന്നത്, മുകളിലത്തെ ബോർഡർ നമുക്കൊരു മീഡിയം സൈസ്ഡ് ബോർഡറാണ് വരുന്നത്. അതിൽ സെൽഫ് കളറിലുള്ള ചിക്കൻകാരി എംബ്രോയ്ഡറി ആണ് മുകളിലത്തെ ബോർഡറിൽ വരുന്നത്. ആൻഡ് ബോഡിയിൽ ഫുള്ള് നമുക്ക് മൾട്ടി കളറായിട്ടുള്ള ഫ്ലോറൽ എംബ്രോയ്ഡറി സ്പ്രെഡ് ചെയ്ത് പോകുന്നുണ്ട്. അതുപോലെ തന്നെ താഴത്തെ ബോർഡർ കുറച്ചുകൂടെ ഹെവി ആയിട്ടാണ്, ആ ഒരു മൾട്ടി കളറിലുള്ള ഒരു എംബ്രോയ്ഡറി പാറ്റേണിൻ്റെ ഒരു ബാൻഡും, അതുപോലെ തന്നെ മുകളിലത്തെ ബോർഡറിൻ്റെ ആ ഒരു സെയിം പാറ്റേണും എഡ്ജിലായിട്ട് നമുക്കൊരു ഗോൾഡൻ ജരി ബോർഡർ, തിന്നായിട്ടുള്ള ഗോൾഡൻ ജരി ബോർഡറും വരുന്നുണ്ട്. രണ്ട് സൈഡിലും ആ ഒരു ഗോൾഡൻ ജരി ബോർഡർ വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് വിഷുവിനാണെങ്കിലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് സാരി വേണമെന്നുള്ളവർക്ക് പറ്റിയൊരു ചോയ്സ് ആയിരിക്കും. അത് കഴിഞ്ഞ് ഓണത്തിന് വേണമെങ്കിൽ വീണ്ടും യൂസ് ചെയ്യാം. ഫ്ലോറൽ അത്തം ആ ഒരു കളേഴ്സിൻ്റെയൊക്കെ പാറ്റേൺ ആണ്. ആൻഡ് ഇതാണ് സാരിയുടെ പല്ലു വരുന്നത്. പല്ലുവിൽ നമുക്ക് ആ ഒരു പാറ്റേൺ എംബ്രോയ്ഡറി എഡ്ജിലേക്ക് പോകുന്നുണ്ട്. ആൻഡ് എഡ്ജസിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടാസിൽസ് വെച്ച് ഫിനിഷ് ചെയ്തിട്ടുള്ള സാരിയാണ്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് പീസ് നമുക്ക് വന്നിട്ടുള്ളത് സെൽഫ് കളറിൽ തന്നെ വൈറ്റ് കളറിലുള്ള എംബ്രോയ്ഡറി പാറ്റേൺ വരുന്നത്, കുഞ്ഞു കുഞ്ഞു എംബ്രോയ്ഡറി സ്പ്രെഡ് ചെയ്ത് വരുന്ന പോലെയാണ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലുള്ള ഏത് കളേഴ്സ് വേണമെങ്കിലും കോൺട്രാസ്റ്റ് ആയിട്ട് പെയർ ചെയ്യാം, വൈറ്റ് വേണമെങ്കിലും പെയർ ചെയ്യാം, നല്ല രസമായിരിക്കും. ആൻഡ് ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 3200 റുപ്പീസാണ്. അപ്പോൾ ഇന്നത്തെ കളക്ഷനിലെ നെക്സ്റ്റ് സാരി കണ്ടു നോക്കാം. വീണ്ടും നല്ല ഷെയ്ഡിലുള്ള ഒരു എംബ്രോയ്ഡറി ആണ് ഇതിലും വന്നേക്കുന്നത്. ബാക്കിയൊന്നും ചേഞ്ച് ഇല്ല കേട്ടോ, ലാസ്റ്റ് സാരി പോലെ തന്നെയാണ്. ബേസ് ആണെങ്കിലും ബോർഡേഴ്സ് ആണെങ്കിലും ഒക്കെ ജസ്റ്റ് ആ ഒരു എംബ്രോയ്ഡറിയുടെ മൾട്ടി കളർ എംബ്രോയ്ഡറിയുടെ കളർ ചേഞ്ച് വരുന്നുണ്ട്. ലാസ്റ്റിലുള്ളത് നമുക്ക് പിങ്ക്സിൻ്റെയും പീച്ചിൻ്റെയും ഷെയ്ഡായിരുന്നു. ആൻഡ് ഇതിൽ നമുക്ക് വന്നേക്കുന്നത് ഒരു ടീൽ ബ്ലൂവിൻ്റെ ഷെയ്ഡ്സ് ആണ്. അതുപോലെ തന്നെ ഗ്രീൻ, അതുപോലെ മൾട്ടി കളറായിട്ടാണ് വന്നേക്കുന്നത്. ലൈറ്റ് ഗ്രീൻ വരുന്നുണ്ട്, ബ്രൗൺ വരുന്നുണ്ട്. ഈ ഒരു ഷെയ്ഡ്സ് എല്ലാം കൂടെ പോയിട്ടുള്ളതാണ് ഈ ഒരു സാരിയുടെ എംബ്രോയ്ഡറി വന്നിട്ടുള്ളത്. ആൻഡ് ലാസ്റ്റ് സാരിയിലും പറഞ്ഞ പോലെ ഈ സാരിയിലും ആ ഒരു ബ്ലൂ കളർ, ആ ഒരു ഫ്ലവറിൻ്റെ കളറാണ് ഹൈലൈറ്റ് കളർ വരുന്നത്. ആൻഡ് പല്ലു വരെയും സെയിം പാറ്റേൺ ആണ് ലാസ്റ്റ് സാരി പോലെ തന്നെ. ആൻഡ് ബ്ലൗസ് പീസ് വരുന്നത് സെൽഫ് കളറിലുള്ള ഫാബ്രിക് വന്നിട്ട് എഡ്ജസിൽ കുഞ്ഞ് സരി ബോർഡർ പ്ലസ് ബോഡിയിൽ ഫുള്ള് വൈറ്റ് കളറിലുള്ള എംബ്രോയ്ഡറി പാറ്റേൺ വരുന്ന പോലെയാണ് ഇതിൻ്റെയും ബ്ലൗസ് വരുന്നത്. ആൻഡ് സാരിയുടെ പ്രൈസ് വരുന്നത്, എല്ലാത്തിൻ്റെയും പ്രൈസ് ഒന്ന് തന്നെയാണ്, ഒരേ സാരീസാണ്. 3200 ആണ് പ്രൈസ് വരുന്നത്. അപ്പോൾ നമ്മളുടെ ടിഷ്യൂ ലിനൻ കോട്ടൺ കളക്ഷനിലെ ലാസ്റ്റ് സാരി 3 സാരീസാണ് ഉണ്ടായിരുന്നത്. അതിൽ ലാസ്റ്റ് സാരിയാണ്. അപ്പോൾ ഇതിനകത്തുള്ള കളർ ചേഞ്ച് നമുക്ക് വന്നിരിക്കുന്നത് ഗ്രേപ്പ് കളറിലാണ്, ഗ്രേപ്പ് വൈൻ കളറിലാണ് ഇതിലെ ഫ്ലവേഴ്സ് വന്നിരിക്കുന്നത്. അതിൻ്റെ ലൈറ്റ് ആൻഡ് ഡാർക്ക് ഷെയ്ഡ്സിലാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് വന്നിരിക്കുന്നത്. ബാക്കി ഫുൾ സെയിം തന്നെയാണ്. ഈ ഒരു ഗ്രീൻസ് ആണെങ്കിലും ബ്രൗൺ ആണെങ്കിലും എല്ലാ സാരിയിലും സെയിം ആണ് വരുന്നത്. ആൻഡ് ബാക്കിയെല്ലാം ഞാൻ ആദ്യത്തെ ഇതിൽ പറഞ്ഞു, ഞാൻ വീണ്ടും പറഞ്ഞ് പൂവെടുപ്പിക്കുന്നില്ല. ചിക്കൻകാരി എംബ്രോയ്ഡറി പാറ്റേൺസ് വരുന്നുണ്ട്. ആൻഡ് പല്ലുവരേക്കും സെയിം പാറ്റേൺ പോകുന്നുണ്ട്. ആൻഡ് ബ്ലൗസ് പീസ് നമുക്ക് വരുന്നത് ആ ഒരു സെൽഫ് ഫാബ്രിക്കിൽ തന്നെ കുഞ്ഞു കുഞ്ഞു വൈറ്റ് എംബ്രോയ്ഡറി പാറ്റേൺ വരുന്നതാണ് ബ്ലൗസ് പീസ്. ആൻഡ് എഡ്ജസിൽ നമുക്കൊരു 1/2 ഇഞ്ചോളം വരുന്ന ഗോൾഡൻ സാരി ബോർഡർ വരുന്നുണ്ട്. ഫുൾ സാരിയിൽ പോകുന്നുണ്ട് കേട്ടോ. ആൻഡ് പ്രൈസ് വരുന്നത് 3200 റുപ്പീസാണ് ഈ ഒരു സാരീസിൻ്റെ പ്രൈസ് വരുന്നത്. സോ ഇതിലേതെങ്കിലും സാരീസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. അതിലേക്കൊരു മെസ്സേജ് അയക്കും, അല്ലെങ്കിൽ നമുക്ക് DM ചെയ്യുകയോ ചെയ്താൽ മതി. അതെല്ലാം നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് പർച്ചേസ് ചെയ്യാനാണെങ്കിൽ ട്രിവാൻഡ്രത്ത് ബേക്കർ ജംഗ്ഷനിൽ നിന്നും പഴുതക്കാടേക്ക് പോകുന്ന 1 വേയിലാണ് നമ്മുടെ സ്റ്റോർ വരുന്നത്. നിങ്ങൾക്ക് അവിടേക്ക് നേരിട്ട് വന്ന് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീണ്ടും കൂടുതൽ കളക്ഷൻസുമായിട്ട് അടുത്ത വീഡിയോസിലോ അല്ലെങ്കിൽ ലൈവിലോ കാണാം. താങ്ക് യു.